ഇതുവരെ സ്വർണം വാങ്ങിയവർക്ക് ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് വില നേരിയ തോതിൽ ഉയർന്നു കയറി. വില തകർന്നപ്പോൾ സ്വർണ്ണ കച്ചവടം ഉയർന്നതുമൂലം സ്വർണ്ണവില ഇനി കയറുവാനും സാധ്യതയുണ്ട്. സ്വർണ്ണമായതുകൊണ്ട് തന്നെ എന്തും സംഭവിച്ചേക്കാം. പ്രവചനങ്ങൾക്ക് തഴം. ജൂലൈ 26-നാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത്. പവന് 50,200. പുതിയ ബഡ്ജറ്റ് വന്നതോടെ സ്വർണ്ണവില മാറി മറിയുകയായിരുന്നു. ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. സ്വർണ്ണ പണയത്തിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സ്വർണ്ണം പണയം വെക്കാൻ അത്ര നല്ല സമയമല്ല. കാരണം വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പണയത്തിന് മാക്സിമം എമൗണ്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണം വിൽക്കാനെത്തുന്നവരുടെ എണ്ണത്തിലും പണയം വെക്കാനെത്തുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർണ്ണം വാങ്ങുമ്പോഴും പണയത്തിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോഴും 916 ഹോൾമാർക്ക് ശ്രദ്ധിച്ചേക്കണം. വില കൂടിയ ലോഹവസ്തു ആയതുകൊണ്ട് തന്നെ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വലിയ അളവിൽ സ്വർണ്ണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഉടൻ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതും ബുദ്ധിയാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില കൂടി നോക്കാം. ഗ്രാമിന് 6325, പവന് 50,600. സ്വർണ്ണ വിൽപ്പനയുള്ള അളവ് കൂടിയാൽ സ്വർണ്ണവില ഉയരാനും സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ദിവസവും സ്വർണ്ണവില അറിയുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്